പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്യഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. മൂന്നാമത്തെ അധ്യായത്തിന് കർമ്മയോഗം എന്നാണ് പേര്. നാലാമത്തെ അധ്യായത്തിന് കർമ്മസന്യാസയോഗം എന്ന പേര്. കർമ്മയോഗം എന്താണെന്ന് ഭഗവാൻ നേരത്തെ തന്നെ രണ്ടാം അധ്യായത്തിൽ തന്നെ പറഞ്ഞതാണ്. ജ്ഞാനത്തിനെ ലക്ഷ്യമായി കണ്ട ഒരാൾ, ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യമായി കണ്ട ഒരാൾ പെട്ടെന്നങ്ങട് സർവകർമ്മവും ഉപേക്ഷിച്ച് ഭഗവത് ധ്യാനത്തിലിരിക്കാൻ സാധ്യമല്ല. അഥവാ അങ്ങനെ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം സിദ്ധി ഉണ്ടാവുകയില്ല. നഹി സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കാരണം കർമ്മം എന്നുള്ളത് സ്ഥൂലമല്ല. ഇറ്റ് ഈസ് നോട്ട് മിയർ ആക്ഷൻ, ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് ദ അർജ് വിച്ച് ഫോഴ്സസ് യു ടു ആക്ട്. ഒരു ഫോഴ്സ് ഉള്ളിലുണ്ട്, ഒരു ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്. അത് നമ്മളെ കർമ്മം ചെയ്യാതിരിക്കാൻ സമ്മതിക്കില്ല. ആ ശക്തി ഉള്ളിൽ ഉള്ളവരെ ബാഹ്യ സന്യാസം പ്രകടനം മാത്രമാണ്, സന്യാസം കൊണ്ട് സിദ്ധി ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചതാണ്. നഹി സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത്. ഒരു ക്ഷണനേരം പോലും നമ്മളുടെ ഉള്ളിൽ ഉള്ള ഈ വേഗം ശമിക്കാതെ നിശ്ചലമായിരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഒരു പ്രകൃതി നിയമമായിട്ട് തന്നെ ഭഗവാൻ പ്രഖ്യാപിച്ചിരിക്കും. ശരിക്കു പറഞ്ഞാൽ ഒരു അധ്യാത്മ ജീവിതത്തിന് നല്ലവണ്ണം സമ്പ്രദായത്തില് സത്യം അറിയുന്നവരും സമ്പ്രദായം അറിയുന്നവരും ആയിട്ടുള്ളവരിൽ നിന്നും ഭഗവത്ഗീത നല്ലവണ്ണം അറിഞ്ഞിട്ട് വേണം നമ്മൾക്ക് സന്യാസമാണോ ഗാർഹസ്ഥ്യമാണോ ഏത് കർമ്മത്തിലാണ് ഇരിക്കേണ്ടത്, ഏതാണ് എന്റെ വഴി ഒക്കെ അറിയാൻ. ഇത്തരം വിദ്യാഭ്യാസമാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. തന്റെ അടുത്ത് ഒരു സംബന്ധവും ഇല്ലാത്ത വിദ്യാഭ്യാസമാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംബന്ധവും എനിക്കില്ല, എങ്ങനെയോ പണം ഉണ്ടാക്കിയിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഫുൾഫിൽമെന്റ് ഉണ്ടാവാത്തത്. മനുഷ്യൻ താൻ എന്താണെന്നും തന്റെ ശരീരം എന്താണെന്നും, ഗീത ആത്മവിദ്യ മാത്രമല്ല, ശരീരം എന്താണെന്നും, ശരീരം എന്ന് പറയുന്നത് വെറും ഒരു പുറംചട്ട മാത്രമല്ല. ശരീരത്തിന് പുറകിൽ ശരീരത്തിനെ ഭാവന കൊണ്ടുണ്ടാക്കിയ ഒരു മനസ്സുണ്ട്. ശരീരത്തിനെ ഭാവന കൊണ്ടുണ്ടാക്കിയ ഒരു മനസ്സുണ്ട്. ആ ഭാവനയെ എവിടുന്ന് വന്നു? ഭാവന ഇതിനു മുമ്പുള്ള ശരീരത്തിന്റെ ആക്ഷൻസിന്റെ സീഡ്സ് കൊണ്ടുണ്ടായതാണ് ആ ഭാവന. ഇതിനു മുമ്പുള്ള ശരീരത്തിന്റെ കർമ്മത്തിന്റെ വിത്തുകൾ, ബീജം കൊണ്ടുണ്ടായ ഒരു ഭാവനയുടെ ഒരു മണ്ഡലത്തിൽ നിന്നും ഭാവനയിൽ ഉണ്ടായതാണ് ഈ ശരീരം. അതുകൊണ്ട് ആ ഭാവനാമണ്ഡലത്തിനെ, ആ ഭാവനാമണ്ഡലത്തിന്റെ ഒരു വിജൃംഭണം, പ്രൊജക്ഷനാണ് സ്ഥൂല ശരീരം. ആ ഭാവനാമണ്ഡലത്തിനെ നേരിട്ട് സ്പർശിക്കാൻ കഴിയുമെങ്കിൽ നമ്മളുടെ അന്തരംഗം എന്താണെന്നും നമുക്ക് പറ്റിയ കർമ്മം എന്താണെന്നും എങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്ക് ശാന്തി ഉണ്ടാവുമെന്നും എന്നൊക്കെ നമുക്കറിയാം. അതാണ് കർമ്മത്തിന്റെ പദ്ധതി. വിദ്യാഭ്യാസം എന്ന് അങ്ങനെയാണ് വേണ്ടത്. ഉപനിഷത്ത് കാണിച്ചു തരുന്നു. വരുണന്റെ പുത്രനായ ഭൃഗു വരുണന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ഭഗവാനെ പൂർണ്ണത എന്താണ്, ബ്രഹ്മം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂർണ്ണത എന്താണ്, ഏതിനെ അറിഞ്ഞാലാണ് ഞാൻ പൂർണ്ണനാവുക, സമ്പൂർണത എവിടെ കണ്ടെത്തണം? വരുണൻ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ചെയ്തു കൊടുക്കാതെ ഭൃഗുവിനോട് പറഞ്ഞു, എവിടെ നിന്നാണോ നീ ഉണ്ടായിട്ടുള്ളത്, ഏതൊന്നിൽ നീ നിൽക്കുന്നുവോ, ഏതൊന്നിൽ നീ ഇല്ലാതാവുന്നുവോ, ഏതൊന്നാണോ എന്റെ സബ്സ്ട്രാറ്റം, അധിഷ്ഠാനം, അതിനെ കണ്ടെത്തുക. യതോവാ ഇമാനി ഭൂതാനി ജായന്തെ.
ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. ഈ ഭൂതങ്ങളൊക്കെ എവിടെ നിന്ന് പൊന്തുന്നുവോ, എതിൽ നിൽക്കുന്നുവോ, എതിൽ ലയിക്കുന്നുവോ, തത് ബ്രഹ്മം. ആ ബ്രഹ്മത്തിനെ എങ്ങനെ അറിയും? തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ. തപസ്സുകൊണ്ട് ആ ബ്രഹ്മത്തിനെ നിന്നിൽ കണ്ടെത്തൂ. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അന്തർമുഖമാക്കി അന്വേഷിച്ച് സ്വയം കണ്ടെത്തൂ എന്ന് പറഞ്ഞു. ഭൃഗു പോയി കുറച്ചു ദിവസം തപസ് ചെയ്തു. തപസ് ചെയ്തിട്ട് തിരിച്ചു വന്ന അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോ മനസ്സിലായി, അന്നം ബ്രഹ്മേ ദിവ്യജാനാത് അന്നാദ്ദേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ. അന്നമാണ് ബ്രഹ്മം. അന്നം എന്ന് വെച്ചാൽ കഴിക്കുന്ന ഭോജനം എന്ന് മാത്രമല്ല, ശരീരം അന്നമാണ്. മാറ്റർ, ജഡം. സയൻസിന്റെ പ്ലെയിൻ അതാണ്. ഇതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, ഇതിൽ നിൽക്കുന്നു, കെമിക്കൽസ് ആണ്, എലമെന്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ അന്നം ബ്രഹ്മേതി വ്യജാനാത്. അന്നത്തിലാണ് നിൽക്കുന്നത്, അന്നമായി തീരുകയും ചെയ്യുന്നു. സംതൃപ്തിയായോ? ശരി, നീ എന്തോ കണ്ടുപിടിച്ചു, നിനക്ക് സന്തോഷായോ? ഒരാള് ശാസ്ത്രീയമായി ജീവിതത്തിനെയൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു, എന്താ നിങ്ങൾ ഈശ്വരൻ ബ്രഹ്മം എന്നൊക്കെ പറയണു? അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്, ഹാർമോൺസ് ആണ്, കെമിക്കൽസ് ആണ്, അതുകൊണ്ടാണ് നമ്മളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ശരി, നിന്റെ അറിവ് കൊള്ളാം, പക്ഷെ ഇതുകൊണ്ട് നിനക്ക് സംതൃപ്തിയായോ? എനിക്ക് സംതൃപ്തിയായില്ല. നിന്റെ ജീവിതത്തിന് എന്താ അർത്ഥം? ഇതാണ് കെമിക്കൽസ് ആണ് നീയെങ്കിൽ, നീ വെറും കുറെ കെമിക്കൽസും കുറെ എലമെന്റ്സും ഒക്കെ ആണെങ്കിൽ നിനക്ക് സംതൃപ്തിയായോ? ഇല്ല, സന്തോഷമില്ല. നിനക്ക് ശാന്തി ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ? ഒന്നുകൂടെ കുഴിച്ചു നോക്കൂ, ഇത്തിരി കൂടെ കുഴിക്കൂ ഉള്ളില്. അപ്പൊ അല്പം കൂടെ ഉള്ളില് ഡ്രില്ല് ചെയ്യുക, ഉള്ളിൽ ആഴ്ന്നിറങ്ങുക. ഭൃഗു തിരിച്ചു വന്നു പറഞ്ഞു, ശരിയാണ്, ഈ ശരീരത്തിന്റെ പുറകിൽ ശരീരത്തിലെ ഓരോ ചലനവും സ്പന്ദനവും ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രാണനെ ഞാൻ കാണുന്നു. ആ പ്രാണൻ വിരിഞ്ഞു വരുമ്പോ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം കേവലം ശരീരത്തിൽ നിൽക്കുന്നതിനേക്കാളും കേവലം ഭൗതികമായ സുഖത്തിനേക്കാളും ആ ആനന്ദത്തിന് അല്പം ആഴം കൂടുതലുള്ളത് കൊണ്ട് അവിടെ ഇതിനേക്കാളും ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്. അപ്പൊ പ്രാണോ ബ്രഹ്മേ ദിവ്യജാനാത് പ്രാണാധ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ. പ്രാണനിൽ നിന്നുമാണ് ശരീരം ഉറവെടുക്കുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രാണൻ വിഡ്രോ ചെയ്യുമ്പോ ആ കോശങ്ങളൊക്കെ ജഡമാവുകയും ആ കോശങ്ങളിൽ അണുക്കളും മറ്റു വന്ന് കയറുകയും ആ കോശങ്ങൾ വ്യാധിഗ്രസ്തമാവുകയും ചെയ്യുന്നതുകൊണ്ട് ക്യാൻസർ മുതലായ വ്യാധികളൊക്കെ അങ്ങനെ വരുന്നു. സയൻസ് പറയണത് ബാക്ടീരിയാസ് വരുന്നതുകൊണ്ട് വ്യാധി വരുന്നു എന്നാണ്. ഋഷികൾ പറയണത് ജഡമായ ഒരു സാധനത്തിലേ പുഴു അരിക്കുകയുള്ളൂ, ചൈതന്യമുള്ള സ്ഥലത്ത് പുഴു അരിക്കില്ല. ശരീരം ചത്തുപോയി കഴിഞ്ഞു കുറച്ചു നേരം കടന്നു കഴിഞ്ഞാൽ ജഡത്തിൽ പുഴു അരിക്കുന്ന പോലെ പ്രാണൻ ഒരു സ്ഥലത്ത് നിന്ന് പിൻവലിയുമ്പോഴാണ് അവിടെ അണുക്കളും മറ്റുമൊക്കെ വന്ന് കയറി ആ സാധനത്തിനെ തിന്നുന്നത്. അല്ലാതെ അണുക്കൾ വരുന്നത് കൊണ്ടല്ല വ്യാധി വരുന്നത് എന്നാണ് ഋഷികളുടെ സിദ്ധാന്തം. അണുക്കളാണ് വ്യാധിക്ക് കാരണം എന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോ ഋഷികൾ പറയണത് ഒരു സ്ഥലത്ത് പ്രാണവായു പ്രാണശക്തി പിൻവലിയുമ്പോഴേ അവിടെ ജഡമാകുമ്പോഴേ അണുക്കൾ വരുള്ളൂ. ഇത് സാധാരണ യുക്തിക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രാണൻ എവിടെന്നും പിൻവലിയാതെ നോക്കിക്കൊള്ളണം. പ്രാണനിലാണ് ശരീരം നിൽക്കുന്നത്, പ്രാണനിലാണ് ബലമുള്ളത്, പ്രാണനിലാണ് ഊർജമുള്ളത്. ആ പ്രാണതലത്തിനെ ഭൃഗു കണ്ടു. അപ്പോഴും ഭൃഗുവിന് തൃപ്തിയായില്ല. എന്താന്ന് വെച്ചാൽ പ്രാണൻ സദാ ചഞ്ചലമാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാണൻ നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല, വരികയും പോവുകയും ചെയ്യുന്നു. ഇനിയും പോകൂ എന്ന് പറഞ്ഞു. ഭൃഗു പിന്നെയും കുറെ തപസ് ചെയ്തു. തപസ് ചെയ്ത് തിരിച്ചു വന്നു പറഞ്ഞു, ഈ പ്രാണൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും മനസ്സുകൊണ്ടാണ്. മനസ്സ് ശാന്തമാവുമ്പോ പ്രാണന്റെ ചലനവും ശാന്തമാവും. പ്രാണൻ മനസ്സിനും മാറ്ററിനും നടുവിലുള്ള എനർജി ഫോമാണ്. പ്രാണനെയും ഉദ്ഭവിപ്പിക്കുന്നത് സങ്കല്പമാണ്. സങ്കല്പം ക്രമേണ പ്രാണനായും പിന്നീട് ജഡമായും പരിണമിക്കുകയാണ്. ഇവിടെയാണ് ഒരാൾ കണ്ടെത്തുന്നത് ശരീരം സങ്കല്പം കൊണ്ടുണ്ടായതാണ്. അച്ഛനും അമ്മയുടെയും സങ്കല്പമാണ് ഒരു ശിശുവിനെ ഉണ്ടാക്കുന്നത്.
സങ്കല്പമാണ് ജഡത്തിനെ സൃഷ്ടിക്കുന്നത്. സങ്കല്പമാണ് പ്രാണനിലൂടെ ജഡവസ്തുവിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ സങ്കല്പം പ്രാണനു പുറകിലുണ്ടെന്ന് കണ്ട് സങ്കല്പലോകത്തിനെ കണ്ടു. മനോ ബ്രഹ്മേ ദിവ്യജാനാത്. ശരി, മനസ്സ് വരെ എത്തിയിട്ട് തൃപ്തിയായോ? അതും തൃപ്തിയില്ല. മനസ്സും ചഞ്ചലമാണ്. മനസ്സ് ഉദിക്കുന്നു, അസ്തമിക്കുന്നു. മനസ്സ് രണ്ടിനും നടുവിൽ ഒരു മിഡിൽ സ്റ്റേജിൽ ഇരിക്കുന്നത് കൊണ്ട് അന്നം കൊണ്ട് മനസ്സ് ബാധിക്കപ്പെടുകയും മനസ്സ് അന്നത്തിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം. ചിലപ്പോഴൊക്കെ മെന്റൽ ഡിസ്റ്റർബൻസ് ഉള്ളപ്പോ ഒന്ന് വയറിളക്കിയാൽ മതി, മനസ്സ് ശരിയാവും. അതിന് വലിയ കാരണമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ചിലപ്പോഴൊക്കെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ എന്റെ മനസ്സ് ചഞ്ചലമാണ്, എനിക്ക് മനസ്സ് അശാന്തമാണ്, അതിന് മെഡിറ്റേഷൻ ഒന്നും ആവശ്യമില്ല, വയറിളക്കിയാൽ മതി, മനസ്സ് ശരിയാവും. അത്രയേ ഉള്ളൂ. എന്തോ ഭക്ഷണം, അന്നം മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാണ്. ചിലപ്പോ ശാന്തമായിരിക്കുന്ന മനസ്സ് ഭക്ഷണം കഴിച്ചാൽ ഡിസ്റ്റർബ്ഡ് ആവും. ചിലപ്പോ ശരീരം വളരെ ക്ഷീണിച്ച് ഭക്ഷണം ഇല്ലെങ്കിലും മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. അശുദ്ധമായ മനസ്സോടുകൂടെ ഒരാൾ ഭക്ഷണം പാചകം ചെയ്ത് ശാന്ത മനസ്സായിരിക്കുന്ന ഒരാൾക്ക് ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. അവിടെ മനസ്സ് അന്നത്തിനെ ബാധിച്ചു. ഇങ്ങനെയൊക്കെ പരസ്പരാശ്രയ ദോഷമുള്ള ഒരു മണ്ഡലമാണ് മനസ്സ്. അതുകൊണ്ട് മനസ്സിലും സംതൃപ്തിയില്ല, മനസ്സും പോരാ. ഇനി എന്താ? മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു മണ്ഡലമുണ്ട്, വിജ്ഞാനം. ബുദ്ധിയുടെ മണ്ഡലം അതാണ് തീരുമാനിക്കുന്നത്. എനിക്ക് ഇന്നത് വേണം. അതിലേക്ക് മനസ്സിനെ പറഞ്ഞയക്കുന്നത് വിജ്ഞാനമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് വിജ്ഞാനമാണ്. ഡിസിഷൻ മേക്കിംഗ് വിജ്ഞാനത്തിന്റെ മണ്ഡലമാണ്. വിജ്ഞാനം ബ്രഹ്മേ ദിവ്യജാനാത്. ക്ലാരിറ്റി ഉണ്ടാവുന്നത് അവിടെയാണ്. അവിടെയും ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും. അവിടെ ഒരു കാര്യം മനസ്സിലാവും. ശരീരമോ പ്രാണനോ മനസ്സോ ഒന്നും തന്നെ ശാശ്വതമല്ലെന്നും അതൊക്കെ സൂക്ഷ്മമായ തലത്തിൽ നിന്നുള്ള വിജൃംഭണമാണെന്നും ഒക്കെ മനസ്സിലാവും. ക്ലാരിറ്റി ഉണ്ടാവും, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. വിജ്ഞാനകോശത്തിൽ നിന്നും അങ്ങടും ഇങ്ങടും കാണാമെന്നുള്ളത് കൊണ്ട് അപ്പുറമുള്ള ആത്മാവിനെയും അല്പം മണത്തറിയും ഈ വിജ്ഞാനകോശത്തിൽ. പക്ഷേ ആനന്ദം ഉണ്ടാവില്ല, പൂർണ്ണമായ ആനന്ദം ഉണ്ടാവില്ല. ശരീരത്തിനേക്കാളും മനസ്സിനേക്കാളും പ്രാണനേക്കാളും അവിടെ ആനന്ദം ഉണ്ടാവും. പക്ഷെ പൂർണ്ണ ആനന്ദം അവിടെയും വരുന്നില്ല. ഫുൾഫിൽമെന്റ് ഉണ്ടായില്ല, സംതൃപ്തി ഉണ്ടായില്ല. ഭൃഗു പുനരേവ വരുണം പിതരമുപസസാര അധീഹി ഭഗവോ ബ്രഹ്മേതി. ഭൃഗു വീണ്ടും അച്ഛന്റെ അടുത്തേക്ക് ചെന്നു, വരുണന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, വിജ്ഞാനത്തിനെ ബ്രഹ്മമെന്ന് അറിഞ്ഞിട്ടും എനിക്ക് സംതൃപ്തിയില്ലല്ലോ. ശരി, വിജ്ഞാനം എന്നുള്ളത് ബുദ്ധിയുടെ ചലനമാണ്. ബുദ്ധി സൂക്ഷ്മമായി ചലിക്കുന്നത് കൊണ്ടാണ് വിജ്ഞാനം ഉണ്ടാകുന്നത്. ആ ചലനത്തിനെയും അല്പം ഒന്ന് നിരോധിച്ച് തപസ് ചെയ്യൂ. വിജ്ഞാനത്തിനെ ഉണ്ടാക്കുന്ന ബുദ്ധിയെ നിരോധിച്ച് ഭൃഗു കുറച്ചു കാലം തപസ് ചെയ്തപ്പോ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആനന്ദം അനാവരണം ചെയ്യപ്പെട്ടു. എന്തെന്നില്ലാത്ത ഒരു ആനന്ദത്തിന്റെ ഉറവിടം തന്നിൽ കണ്ടു. എല്ലാ ആനന്ദവും അവിടുന്ന് ഊറി വരുന്നതായിട്ട് കണ്ടു. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ആനന്ദമല്ല, മനസ്സുകൊണ്ടുള്ള ആനന്ദമല്ല, ശരീരം കൊണ്ടുള്ള ആനന്ദമല്ല, പ്രാണൻ കൊണ്ടുള്ള ആനന്ദമല്ല. ഒരു ആനന്ദം തന്നിൽ ഊറി ഊറി വരുന്നത് കണ്ടു. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് ആനന്ദാദ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തെ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ത്യഭിസംവിശന്തി സൈഷാ ഭാർഗവീവാരുണീ വിദ്യാ പരമേ വ്യോമൻ പ്രതിഷ്ഠിത യ ഏവം വേദ പ്രതിഷ്ഠതി അന്നവാനന്നാദോ ഭവതി മഹാൻ ഭവതി പ്രജയാ പശുഭിർബ്രഹ്മവത്സേന മഹാൻ കീർത്യാ. അവിടെ ശ്രുതി അവസാനിക്കുകയാണ്. ശ്രുതിയുടെ മീമാംസ അവസാനിക്കുകയാണ്. ആനന്ദം ബ്രഹ്മേ ദിവ്യജാനാത്. ആനന്ദം ബ്രഹ്മമാണ്, ആനന്ദമയ കോശമല്ല. ഇവിടെ ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെയാണ് ആനന്ദം. ആ ആനന്ദത്തിന്റെ ഉറവിടം തന്നിൽ കണ്ടെത്തി സ്വയം താൻ തന്നെ ആനന്ദമായി തീരുകയാണ്. ആനന്ദത്തിനെ അനുഭവിക്കുകയല്ല, ആനന്ദം തന്നിൽ കണ്ടെത്തിക്കഴിഞ്ഞ്
ആനന്ദത്തിലാണ് പ്രപഞ്ചം നിൽക്കുന്നത്, ആനന്ദത്തിൽ നിന്ന് പൊന്തുന്നു, ആനന്ദത്തിൽ ലയിക്കുന്നു എന്നായിത്തീരുമ്പോ തജ്ജലാനിധി എന്ന് ശ്രുതി പറയുന്നു. അതിൽ പൊന്തി അതിൽ നിന്ന് അതിൽ ലയിക്കുന്നതായി കണ്ടതോടുകൂടെ ഭൃഗു പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയില്ല. കാരണം ആനന്ദമുള്ള ഒരാൾക്കും ജിജ്ഞാസ ഉണ്ടാവില്ല. ആനന്ദമുള്ള ഒരാളും ഒരിടത്തും ഒന്നും അന്വേഷിച്ചു പോകില്ല. യാതൊന്നിനെ കുറിച്ചുള്ള സംശയവും അയാളിൽ ഉണ്ടാവില്ല, ഭയവും ഉണ്ടാവില്ല, ദുഃഖവും ഉണ്ടാവില്ല. ആനന്ദമുള്ളിടത്ത് ആനന്ദത്തിനെ ബ്രഹ്മമെന്ന് കണ്ടതോടുകൂടെ പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിച്ചു. ആനന്ദത്തിൽ ഇരിക്കുന്ന ആൾക്ക് അന്നവാനന്നാദോ ഭവതി. നല്ലവണ്ണം നോക്കണം. ഋഷികളുടെ കാലം അവിടെ സ്വയം ബ്രഹ്മാനന്ദത്തിനെ കണ്ടെത്തിയ ആള് അയാൾക്ക് ബാക്കിയുള്ളതൊക്കെ മുമ്പിൽ വന്ന് നിൽക്കണമെന്നാണ്. അയാൾ ഒന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ധാരാളം അന്നം അയാൾക്ക് സമൃദ്ധമാണ്. മഹാൻ ഭവതി, അയാൾ മഹാനായിട്ട് തീരുന്നു. പൗത്ര സമ്പത്തോടുകൂടെ ഇരിക്കുന്നു എന്നൊക്കെ വേദം പറയുന്നത് ഇതിനെയൊക്കെ നമുക്ക് ആഗ്രഹം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊരു ഫലശ്രുതിയുമല്ല. ആനന്ദത്തിനെ, ബ്രഹ്മാനന്ദത്തിനെ കണ്ടെത്തിയ ഒരു ജ്ഞാനി ലോകത്തിൽ എല്ലാത്തിന്റെ നടുവിലും അയാൾ ആനന്ദത്തിനെ അനുഭവിക്കും. അയാൾ ആനന്ദസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് യജ്ഞമനുഷ്ഠിക്കും. ആ യജ്ഞത്തിന്റെ വിധിയാണ് അടുത്തത് വരുന്നത്. ന കഞ്ചന വസതോ പ്രത്യാചക്ഷീത തദ്വ്രതം. ആ ആനന്ദത്തിനെ കണ്ടെത്താൻ അന്നം മൂലകാരണമാണ്. അന്നത്തിൽ നിന്നും പ്രാണനും, പ്രാണനിൽ നിന്നും മനസ്സും, മനസ്സിൽ നിന്നും വിജ്ഞാനവും, വിജ്ഞാനത്തിൽ നിന്നും ആനന്ദവും. കഴിക്കുന്ന ഭക്ഷണം യജ്ഞരൂപത്തിൽ കഴിക്കണം. ഭക്ഷണം എന്ന് വെച്ചാൽ വായ കൊണ്ട് കഴിക്കുന്നത് മാത്രമല്ല, കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, മൂക്കുകൊണ്ട്, ത്വക്ക് കൊണ്ടൊക്കെ ഉള്ളിൽ പോണതൊക്കെ ഭക്ഷണമാണ്. ഇതൊക്കെ യജ്ഞമായി തീരുകയാണെങ്കിൽ ഒരാൾ പതുക്കെ ആനന്ദത്തിൽ എത്താൻ സാധിക്കും. നമ്മളുടെ സകല ഇന്ദ്രിയ വ്യാപാരങ്ങളും, ലോകത്തിലുള്ള എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളും യജ്ഞമാക്കി മാറ്റണം. അതാണ് സമസ്ത വേദങ്ങളുടെയും അർത്ഥം. ഭഗവത്ഗീത പഠിക്കുന്തോറും അത് മനസ്സിലായിക്കൊണ്ടേ വരുന്നുണ്ട്. ഗീത ആദ്യമൊക്കെ പറയുമ്പോ നല്ലവണ്ണം എനിക്ക് ഗീത അറിയാമെന്ന് വിചാരിച്ചു. ഇപ്പൊ എനിക്ക് ഗീത ഇത്ര വർഷം പറഞ്ഞു വരുമ്പോ മനസ്സിലാവുന്നു, ഗീത നമ്മൾ വിചാരിക്കണ പോലെയല്ല ഭഗവത്ഗീത. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞത് വെറുതെയല്ല. ആധുനിക വ്യാഖ്യാതാക്കൾക്ക് പലർക്കും ഒന്നും പിടികിട്ടിയിട്ടില്ല. ഒക്കെ മൂലത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ് അധികവും ആധുനിക വ്യാഖ്യാനങ്ങൾ. വേദത്തിലുള്ള യജ്ഞങ്ങൾക്കും വേദത്തിലുള്ള നിത്യജീവിതത്തിനും വേദത്തില് വൈദികമായ ഋഷികൾ ഉണ്ടായിട്ടുള്ള സമ്പ്രദായത്തിനും മുഴുവൻ വ്യാഖ്യാനമാണ് ഭഗവത്ഗീത. சும்மா நம்ம பண்ற பரிசேச்சனம், அதுக்கு பிராணாக்னிஹோத்திரம்னாக்கும் சொல்லுவான். நம்ம பண்ற பரிசேச்சனம், சந்தியாவந்தனம், மாத்தியானிக அனுஷ்டானாதிகள் எல்லாம் கீதையை பார்த்தா தான் புரியும். വേദത്തിലുള്ള എല്ലാ സമ്പ്രദായങ്ങളും കർമാനുഷ്ഠാനങ്ങളും ഒരാളുടെ ദൈനംദിന ജീവിതമാണ് ഏറ്റവും പ്രധാനം. ഭാവനാമയമായ ജീവിതമല്ല, ദൈനംദിന ജീവിതം. രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയം യദ്യത് കർമ്മ കരോമി തത്തത് അഖിലം ശംഭോ തവാരാധനം എന്ന് പറയുന്നുണ്ടല്ലോ. അത് ആരാധനമായി മാറണമെങ്കിൽ, യജ്ഞമായി മാറണമെങ്കിൽ, ഞാൻ കർമ്മമൊന്നും ഉപേക്ഷിക്കാൻ ആർക്കും സാധ്യമല്ലാത്തത് കൊണ്ട്, കർമ്മം നമ്മളിൽ സഹജമായി ശരീരമുള്ള വേറെ ഇരിക്കുന്നതായതുകൊണ്ട്, ആ കർമ്മത്തിന്റെ ഉള്ളിൽ കർമ്മശിഷ്ടമായ അമൃതത്തിനെ കുടിക്കാനുള്ള വഴിയാണ് ഗീത. അതിനാണ് യജ്ഞം എന്ന ഒരു വാക്ക് തന്നെ ഭഗവാൻ ഗീതയിൽ കൊണ്ടുവന്നത്. ബാഹ്യയജ്ഞങ്ങൾക്കൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളിലൊരു യജ്ഞമുണ്ട്. നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ള ഒരു യജ്ഞമുണ്ട്, മനസ്സിലൂടെ ഉള്ള യജ്ഞമുണ്ട്, ശരീരത്തിലൂടെ ഒരു യജ്ഞമുണ്ട്. ആ യജ്ഞമാണ് ഭഗവാൻ ഇനിമേലാൽ പറയാൻ പോകുന്നത്. അതിന് ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. കർമ്മത്തിനെ അകർമ്മമാക്കണം. കർമ്മം കർമ്മയോഗമാക്കുക എന്നുള്ളത് നഴ്സറി ക്ലാസ്സാണ്. കർമ്മയോഗം എന്താ? കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന.
മാ കർമ്മ ഫലഹേതുർഭൂഹു മാ തേ സംഗോസ്തു അകർമ്മണി. കർമ്മണിയേവ അധികാരഃ തേ. തന്റെ അധികാരം കർമ്മം ചെയ്യുന്നതിൽ മാത്രമാണ്, ഫലേച്ഛയിലല്ല. മാ ഫലേഷു. മാ കർമ്മ ഫലഹേതുർഭൂ. കർമ്മം ഫലത്തിനു വേണ്ടി ചെയ്യരുത്. ഫലം കിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു കർമ്മം ചെയ്യണം? ഞാൻ ഒന്നും ചെയ്യാതിരിക്കും. മാതേ സംഗോസ്തു അകർമ്മണി. കർമ്മം ചെയ്യാതെ വെറുതെ ഇരിക്കണമെന്ന് തീരുമാനിക്കണ്ട. ഇതാണ് കർമ്മയോഗത്തിന്റെ സീക്രട്ട്. അപ്പൊ ഒരാൾ ചോദിക്കുന്നു, ഞാൻ എന്തിനു കർമ്മം ചെയ്യണം? കർമ്മം ചെയ്യുന്നത് ഫലം കിട്ടാൻ വേണ്ടിയല്ല. ആദ്യത്തെ ഉപദേശം, കർമ്മം ചെയ്യാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. കർമ്മം ഒരു രോഗമാണ്. ഇത് സ്വീകരിക്കാൻ പറ്റുമോ? കർമ്മം ഒരു രോഗമാണ്. ചില രോഗങ്ങൾ തുടർന്ന് പരമ്പരയായിട്ടുണ്ടെങ്കിൽ നമ്മളത് നാച്ചുറൽ ആണ് എന്ന് ധരിക്കും. ഒരു നാട്ടിൽ കുറെ ആളുകൾക്ക് തലവേദനയോടുകൂടെയാണ് ജനിക്കുന്നത്. തലവേദന സഹജമാണെങ്കിൽ തലവേദന ഇല്ലാത്ത ആള് ഒരു ഡോക്ടറെ കണ്ടിട്ട് കുറെ ദിവസമായി തലവേദന ഇല്ല ഡോക്ടറെ, തലവേദനയ്ക്ക് മരുന്ന് തരൂ എന്ന് ചോദിച്ചു വാങ്ങിച്ച് മരുന്ന് കഴിക്കും. കർമ്മം ഒരു രോഗമാണ്. ആ രോഗത്തിനുള്ള ചികിത്സയാണ് ആദ്യം. കർമ്മം രോഗമാണ്. കർമ്മത്തിനോടുള്ള അപ്രീസിയേഷൻ പോയാലേ ശരിയാവുള്ളൂ. എന്നിട്ട് വേണം കർമ്മത്തിനെ ഭംഗിയാക്കാൻ. അപ്പോഴേ കർമ്മം ഭംഗിയാവുള്ളൂ. കർമ്മം ചെയ്യണോ ചെയ്യാതിരിക്കണോ എന്നുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ല. രോഗം എന്നുള്ളതിന്റെ ലക്ഷണം തന്നെ അതാണ്. അതായത് നിങ്ങൾക്ക് തീരുമാനിച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ കയ്യിലാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, അങ്ങ് പറഞ്ഞു ഞാൻ ചുമ്മാ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. മഹർഷി പറഞ്ഞത്, ഇരുന്ന് പാര്, ഇരുന്ന് നോക്കൂ എന്നാണ്. ചുമ്മാ ഇരുന്ന് നോക്കൂ, പറ്റില്ല. വെറുതെ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കും, നഖം കടിക്കും, നഖം പിച്ചിക്കൊണ്ടിരിക്കും. എന്തോ ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. ഈ റെസ്റ്റ്ലെസ്നെസ് നമ്മളുടെ ഉള്ളിലുള്ള കർമ്മത്തിന്റെ ബീജമാണ്. ഇതാണ് പുറമേക്ക് ആക്ഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് ആർക്കും സഹജമായി സാധ്യമല്ല എന്നുള്ളത് ബേസിക് സിദ്ധാന്തം ഒന്ന്. രണ്ടാമത്തത് ഒരു കാര്യം അറിയണം, കർമ്മം ചെയ്ത് ഫലം കൊണ്ട് പൂർണ്ണമായ ആനന്ദമുണ്ടാവില്ല എന്നും അറിയണം. നമ്മൾ വിചാരിക്കുന്നത് കർമ്മം ചെയ്ത് ഫലം കിട്ടിയ ആനന്ദം. നമ്മളുടെ ജീവിതം തന്നെ പരീക്ഷിച്ചു നോക്കിയാൽ ഈ കാര്യം നിങ്ങൾക്കറിയാം. 2, കർമ്മഫലത്തിലുള്ള ആഗ്രഹം കൊണ്ടും ഫലം സ്വീകരിക്കുന്നത് കൊണ്ടും എന്റെ ഉള്ളിലുള്ള അഹങ്കാരം, വാസന ബലം കൂടുകയാണ്. ഫലം ചിന്തിക്കുന്നത് കൊണ്ട്, ആഗ്രഹിക്കുന്നത് കൊണ്ട്. കർമ്മം ഫലം ഈ സർക്കിൾ, ഈ വിഷ്യസ് സർക്കിളിൽ പെടരുത്. കർമ്മത്തിനെ ചെയ്യുക, ഫലേച്ഛയില്ലാതെ ചെയ്യുക, കർമ്മം ചെയ്യുന്നത് തന്നെ ആനന്ദമായിട്ട് തീരട്ടെ. ആശയ വിട്ട് കർമ്മം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോ പതുക്കെ പതുക്കെ കൊണ്ടുവന്നിട്ടുള്ള ബോൺസ്, ഉള്ളിലുള്ള കെട്ടുകൾ ഒന്നൊന്നായി അഴിഞ്ഞ് കർമ്മം ചെയ്യുന്തോറും നമ്മൾ കുറച്ച് കുറച്ചായി ലൈറ്റായിട്ട് വരും. അത് കർമ്മം എന്നുള്ള രോഗത്തിനുള്ള ചികിത്സയാണ്. കർമ്മയോഗം എന്നുള്ളത് ഒരു ചികിത്സയാണ്. ഇതൊക്കെ തന്നെ രോഗിക്കാണ്. രോഗവിമുക്തനായ ആൾക്ക് കർമ്മം അകർമ്മമായിട്ട് തീരും. ഈ മേ ബി കോൺസ്റ്റന്റ്ലി വർക്കിംഗ്, സൂര്യനെ പോലെ. ഉദാഹരണം ഭഗവാൻ അതാണ് പറഞ്ഞത്. രാവിലെ സൂര്യൻ സദാസമയം ഒരു ദിവസം പോലും ലീവില്ല, അല്ലെ? എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൂര്യനെ പോലെ ഒരു യോഗിയും സദാ പ്രവർത്തിച്ചുകൊണ്ടും പ്രകാശിച്ചുകൊണ്ടും ഇരുന്നാലും അയാൾ ഒന്നും ചെയ്യണില്ല എന്നാണ്. അത് കർമ്മയോഗമല്ല, അത് അകർമ്മം ആണ്. അയാൾ കർമ്മം ചെയ്താലും കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും അയാൾ വെയിറ്റ്ലെസ് ആയിട്ടിരിക്കും. അയാളിൽ കർത്തൃത്വമില്ല, അയാളിൽ ഭോക്തൃത്വമില്ല. അയാളുടെ അകർമ്മമാണ്, കർമ്മയോഗമല്ലാതെ. ഇത് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ നല്ലവണ്ണം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. വിദുഷാ ക്രിയമാണം കർമ്മ പരമാർത്ഥതഃ അകർമ്മൈവ എന്നാണ്. വിദ്വാനായിട്ടുള്ളവൻ ചെയ്യുന്ന കർമ്മം കർമ്മയോഗമല്ല, അത് അകർമ്മമാണ്. അയാൾ സദാ പ്രവർത്തിച്ചാലും അയാൾ ഒന്നും ചെയ്യണില്ല എന്നാണ്. എന്നുവെച്ചാൽ ഒന്നും ചെയ്യണമെന്നുള്ള തോന്നലേ അയാളുടെ ഉള്ളിൽ ഉണ്ടാവണില്ല. ആ സ്റ്റേജിൽ വന്നാൽ അയാൾക്ക് ഇനി കർമ്മം ചെയ്യുകയോ
ലോകസംഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുകയോ സന്യാസമെടുത്തിരിക്കുകയോ ചെയ്യാം. അപ്പോഴാണ് ഹീസ് ആക്ടിങ് ഔട്ട് ഓഫ് ഫ്രീഡം. അവിടെ അയാളുടെ ആക്ഷൻ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫ്രീഡം, നോട്ട് ഔട്ട് ഓഫ് കമ്പൽഷൻ. സാധാരണ ആളുടെ ആക്ഷൻ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഇന്നർ കമ്പൽഷൻ. ഉള്ളിലുള്ള രോഗം കൊണ്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. കാരുണ്യം കൊണ്ടാണെന്നും ലോകമംഗളത്തിന് വേണ്ടിയാണെന്നും ഒക്കെ പറയാം. പക്ഷെ കാര്യം സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു വ്യാധിയാണ്. അപ്പോ ആദ്യം ചികിത്സ ചെയ്ത് വിമുക്തമാവുക. ഭഗവാൻ അതാണ് പറയണത്, ചികിത്സ ചെയ്ത് വിമുക്തമാവുക. വിമുക്തമായി എങ്ങനെ വേണം നോക്കൂ. അടുത്ത ശ്ലോകം നോക്കൂ, 20ാമത്തെ ശ്ലോകം. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. ത്യക്ത്വാ കർമ്മഫലാസംഗം. ത്യക്ത്വാ കർമ്മസു അഭിമാനം ഫലാസംഗം ചേതോക്തേന ജ്ഞാനേന നിത്യതൃപ്തഃ. കർമ്മണി അകർമ്മയഃ പശ്യേത. ആ ജ്ഞാനം കൊണ്ട് നിത്യതൃപ്തനാണവൻ. എന്നുവെച്ചാൽ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം തൃപ്തി ചെയ്യുന്നില്ല, എപ്പോഴും തൃപ്തിയാണ്. സമുദ്രത്തിൽ ഇനി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അത് കവിയുകയില്ല, വെള്ളം എടുത്തതുകൊണ്ട് പറ്റൂല, അതുപോലെ പൂർണ്ണനാണ്. അങ്ങനെ ഒരു ആക്ഷനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എപ്പോഴും ഞാൻ പൂർണ്ണനാണ്. എനിക്ക് എന്തെങ്കിലും തന്നോ ശരി, എന്തെങ്കിലും എന്നിൽ നിന്ന് പോയോ ശരി, ഇതൊന്നും എന്നെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. കർമ്മത്തിന്റെ ഫലം ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഭിക്ഷാന്തേഹിയായിട്ട് നടക്കണില്ല. ഉള്ളിലുള്ള സന്തോഷം കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോ നമ്മൾക്ക് ആനന്ദത്തിന് ഫ്യൂച്ചറിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആനന്ദം വരും എന്ന ആവശ്യമില്ല. കുട്ടികൾ വെക്കേഷന് കാത്തുകൊണ്ടിരിക്കണ പോലെ 10 മാസം 2 മാസത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കും. ആ 2 മാസം ഓരോ ദിവസം കഴിയും തോറും പിന്നെയും തുറക്കുമല്ലോ എന്ന് വിഷമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ സാധാരണ ആളുകളുടെയും കാര്യങ്ങളൊക്കെ. പ്രവർത്തിക്കുക, ഫലം കിട്ടുക, ഫലം കിട്ടുന്നതിലാണ് ആനന്ദം. ഫലം പെട്ടെന്ന് തീർന്നും പോകും. സ്വപ്രയോജനാവ അഭാവാത് സസാധനം കർമ്മ പരിത്യക്തവ്യം ഏവ ഇതി പ്രാപ്തേ തതഃ നിർഗമ അസംഭവാത് ലോകസംഗ്രഹ ചികിത്സയാ ശിഷ്ടവിഗർഹണ പരിജിഹീർഷയാവ പൂർവവത് കർമ്മണി അഭിപ്രവൃത്തോപി നിഷ്ക്രിയാത്മദർശന സമ്പന്നത്വാത് നൈവ കിഞ്ചിത് കരോതി സഹാന്ന്. ഫലേച്ഛയില്ലെങ്കിൽ അയാൾ എന്തിനു പ്രവർത്തിക്കണം? കർത്തൃത്വമില്ലെങ്കിൽ അയാൾ എന്തിനു പ്രവർത്തിക്കണം? സർവകർമ്മവും ഉപേക്ഷിച്ച് സന്യാസം എടുത്തൂടെ എന്ന് ചോദിച്ചാൽ ആചാര്യസ്വാമികൾ പറയുന്നു, ചിലർക്ക് അതിന് നിവൃത്തി ഉണ്ടാവില്ല എന്ന്. തതഃ നിർഗമ അസംഭവാത് എന്നാണ്. അവർക്ക് എന്തുകൊണ്ട് നിർഗമ അസംഭവം? ലോകമംഗളം ഉണ്ടാവണം എന്ന് ഭഗവാൻ അവരിൽ ഒരു തോന്നൽ ഉണ്ടാക്കുകയോ, അഥവാ ശിഷ്ടന്മാരായിട്ടുള്ള അവരുടെ ഗുരുവോ അവരുടെ സമ്പ്രദായത്തിലുള്ളവരോ നീ ഈ പ്രവൃത്തി ചെയ്യൂ എന്ന് പറയുകയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ചെയ്യുന്നവർ. വിവേകാനന്ദ സ്വാമികൾക്ക് അങ്ങനെ ഒരു ആജ്ഞ വന്നു രാമകൃഷ്ണ പരമഹംസരെന്ന്. അല്ലാതെ വിവേകാനന്ദൻ സ്വയം ഇഷ്ടപ്പെട്ട് പാശ്ചാത്യ ദേശത്തേക്ക് പോയതൊന്നുമില്ല. ഇന്നിപ്പോ ആളുകൾ പോണ പോലെ ഒന്നും പോയതല്ല അദ്ദേഹം. അദ്ദേഹത്തിന് പോവാനേ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ലോകത്തിൽ രാമകൃഷ്ണ പരമഹംസർ സമാധിയാവുന്നതിന് മുമ്പ് നരേന്ദ്രനാഥനെ അടുത്ത് വിളിച്ച്, വിവേകാനന്ദനെ അടുത്ത് വിളിച്ച് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ വിവേകാനന്ദൻ പറഞ്ഞത്, എവിടെയെങ്കിലുമൊക്കെ ഒരു ഏകാന്ത സ്ഥലത്ത് ഇരുന്ന് സദാ ബ്രഹ്മലീനനായിട്ടിരിക്കണം, സമാധിസ്ഥിതനായിട്ടിരിക്കണം. ഭക്ഷണത്തിന് മാത്രം ഈ ശരീരം എന്തെങ്കിലും ചെയ്താൽ മതി, ഭിക്ഷ എടുക്കുകയോ മറ്റോ. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, നീ അതിനുവേണ്ടി ജനിച്ചവനല്ല, അതൊക്കെ നിനക്ക് സിദ്ധമാണ്. നീ ലോകമംഗളത്തിനായി പ്രവർത്തിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. ഒരു ആലുമരം എത്രയോ പേർക്ക് തണൽ കൊടുക്കണ പോലെ നിന്നെ കൊണ്ടത് നടക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ വിവേകാനന്ദ സ്വാമി അപ്പോഴും പറഞ്ഞത്, അയ്യോ അതൊന്നും എനിക്ക് പറ്റില്ല എന്ന്. നിന്റെ ഓരോ കോശങ്ങളും അത് ചെയ്യും, നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞു അത്ര. അതുകൊണ്ട് മാത്രം അദ്ദേഹം പ്രവർത്തിച്ചതാണ്. ആ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് സംഗമേയില്ല. അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞ് അവസാനം അതിൽ നിന്ന് പിൻവാങ്ങുകയും, അതിലൊരു കഴമ്പുമില്ലെന്ന് അദ്ദേഹത്തിന്റെ കത്തുകളൊക്കെ കണ്ടാൽ അറിയാം. ഈ കർമ്മം കൊണ്ട് എനിക്കൊന്നും നേടാനില്ല, എനിക്ക് യാതൊന്നും നേടാനില്ല, ഇതൊക്കെ അവിദ്യയാണെന്നും അജ്ഞാനമാണെന്നും വരെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. താൻ ചെയ്ത ഈ പ്രസംഗങ്ങളും, താൻ ഉണ്ടാക്കിയ ഈ മഠം സമ്പ്രദായം എല്ലാം വെറും
അവിദ്യയാണെന്നും മായയാണെന്നും വരെ അദ്ദേഹം കത്തിൽ എഴുതുന്നുണ്ട്. ഇതൊന്നും എന്നെ ബന്ധിക്കില്ലെന്നും സർവസ്വതന്ത്രനാണ് താനെന്നും അത്തരത്തിലൊരു സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ് കർമ്മയോഗികൾ. അവരകർമ്മികളാണ്, കർമ്മയോഗികൾ പോലുമല്ല. ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. വേറെ ചില ആളുകള് ആ കർമ്മത്തിനെയും ബാഹ്യകർമ്മത്തിനെയും ഉപേക്ഷിച്ച് ആത്മാവിലേ രമിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. ശരീര നിർവഹണത്തിന് ചിലപ്പോൾ ഭിക്ഷയൊക്കെ എടുത്തു എന്ന് വരും. അതും താൻ ചെയ്യണമെന്നുള്ള ഭാവമില്ലാതെ, ബാഹ്യമായി യാതൊരു പ്രവൃത്തിയുമില്ലാതെ സർവസംഗ പരിത്യാഗികളായി അവരെ കണ്ട് കർമ്മയോഗികളായിട്ടുള്ള മഹാത്മാക്കൾ പോലും അസൂയപ്പെടും. ശങ്കരാചാര്യർ അങ്ങനെയുള്ളവരെ കണ്ട് അസൂയപ്പെടുന്നുണ്ട്. വേദാന്തവാക്യേഷു സദാരമന്തഃ ഭിക്ഷാന്നമാത്രേണ ച തുഷ്ടിമന്തഃ അശോകമന്തഃ കരണേ ചരന്തഃ കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. എപ്പോഴും വേദാന്ത മഹാവാക്യങ്ങളിൽ വിചാരിച്ചുകൊണ്ട്, ഉപനിഷദർത്ഥം പാനം ചെയ്തുകൊണ്ട്, ഏകാന്ത സ്ഥലങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട്, ലോകത്തിൽ യാതൊന്നിലും പെട്ടുപോവാതെ സർവസ്വതന്ത്രന്മാരായി സദാ ആനന്ദത്തിലിരുന്നുകൊണ്ട്, തജ്ഞാനം പ്രശമകരം യദിന്ദ്രിയാണാം തജ്ഞേയം യദുപനിഷത്സു നിശ്ചിതാർത്ഥം തേ ധന്യാഃ ഭുവി പരമാർത്ഥ നിശ്ചിതേഹാഃ ശേഷാസ്തു ഭ്രമനിലയേ പരിഭ്രമന്തി. അങ്ങനെ ധന്യാശ്രന്തി വിജനേഷു വിരക്തസംഗാഹ എന്നൊക്കെ ആചാര്യസ്വാമികളുടെ പോലും സ്വപ്നമാണതൊക്കെ. ബാഹ്യപ്രവൃത്തിയൊന്നുമില്ലാതെ ഏകാന്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഭഗവദ്ധ്യാനം ചെയ്തുകൊണ്ട്, ആത്മധ്യാനം ചെയ്തുകൊണ്ട്, ഭിക്ഷയ്ക്ക് വേണ്ടി, ശരീര നിർവഹണത്തിന് വേണ്ടി ഭിക്ഷ മാത്രം സ്വീകരിച്ചുകൊണ്ട്, ക്ഷുദ്വ്യാധിശ്ച ചികിത്സിതാം പ്രതിദിനം ഭിക്ഷൌഷധം ഭുജ്യതാം എന്നാണ്. വിശപ്പ് എന്നുള്ളതൊരു വ്യാധി അത്രേ. ആ വ്യാധിക്ക് ഭിക്ഷ എന്നുള്ള ഔഷധം. അതിൽ കൂടുതലൊന്നും സ്വീകരിക്കണില്ല എന്നൊരു പാട്ട് തോന്നി എനിക്ക്. രാമലിംഗസ്വാമികൾ ഒരു പാടുறாரு ഒരു இடத்துல, ഭഗവാന് ഏതോ സാധാരണ ഒരു അന്നം കിടച്ചാ പോരാത്, അതിലെനിക്ക് ഉപ്പ് വേണം, അതില കൂട്ടാൻ വേണം, കറി വേണം, அப்படியெல்லாம் തോന്നരുതേ. തനി സാധാ തണ്ണി കുടിച്ചാ പോരാത്, ഇളനീർ വേണമെന്ന് മനസ്സിൽ തോന്നരുതേ. இப்படியெல்லாம் ஆசை வச்சுட்டு இருக்கிற என்னோட பேரை கேட்டாலே தபசு ஓடி போயிடுங்கிறார். ശരീര നിർവഹണத்துக்கு தான் ഭക്ഷണം. ശരീര നിർവഹണത്തിന് ഭക്ഷണം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൌഷധം ഭുജ്യതാം. ഭിക്ഷയ്ക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഭുജിച്ച് വിശപ്പടക്കി ഭഗവദ്ധ്യാനത്തോടുകൂടെ, ആത്മധ്യാനത്തോടുകൂടെ സർവസംഗ പരിത്യാഗികളായി നടക്കുന്ന യോഗികളുണ്ട്. അവർക്ക് ഒരു കർമ്മവും അവർക്ക് ബാധകമല്ല. അവർ സദാ ആനന്ദമായിട്ടിരിക്കുന്നവരാണ്. അവരെ യാതൊന്നും ബാധിക്കില്ല. അങ്ങനെയുള്ളവരെ ഭാഗവതത്തിൽ ദത്താത്രേയനെ അങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. ദത്താത്രേയന്റെ ആ യാത്ര കണ്ട് രാജാവ് പോലും ആശ്ചര്യപ്പെടുന്നു. ഒരാൾക്ക് ഇങ്ങനെ ആനന്ദമായിരിക്കാൻ പറ്റുമോ? യാതൊരു ബാഹ്യ വസ്തുക്കളും സഹായം കൂടാതെ ഇത്ര ആനന്ദമായി എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവുമില്ലാതെ പൂർണ്ണമായി എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു? അവരിൽ പൂർണ്ണത കാണുന്നു. രമണ മഹർഷിക്കും യാതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആശ്രമമൊക്കെ ചുറ്റും വന്നു എന്നല്ലാതെ ആ ആശ്രമവുമായിട്ട് അദ്ദേഹത്തിന് ഒരു സമ്പർക്കം ഉണ്ടായിരുന്നില്ല. അവിടെ അദ്ദേഹം താമസിച്ചു. എല്ലാവരോടും പോയി ഭക്ഷണം കഴിക്കാൻ പോകും, എല്ലാവരുടെയും നടുവിലിരിക്കും. ആ ആശ്രമത്തിന് കൊണ്ട് അദ്ദേഹത്തിന് ആവേണ്ടതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ പോലും എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന ഒരു കഷ്ണം വീണ് കിടക്കുന്ന പെൻസിൽ പെറുക്കിക്കൊണ്ടുവന്ന്, അത് പിടിക്കാൻ സ്ഥലമില്ല, അതിന്റെ മേലെ ഒരു പേനയുടെ ടോപ്പ് തിരികെ അതുകൊണ്ട് ഉപയോഗിക്കും. ന്യൂസ് പേപ്പറുടെ സൈഡൊക്കെ കട്ട് ചെയ്ത് അതിലൊക്കെ എഴുതും. അതിനൊന്നും ആ ആശ്രമത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ എത്ര പേപ്പർ വാങ്ങിച്ചു കൊടുക്കും, അതൊന്നും സ്വീകരിക്കില്ല. എന്താന്ന് വെച്ചാൽ ഇതൊന്നും തന്റെ ആണെന്നുള്ള ഭാവമേ ഉണ്ടായിരുന്നില്ല. തനിക്ക് ആരെടുത്തും ഒന്നും വേണ്ട, ഒരാവശ്യവുമില്ല. തനിക്ക് ആവശ്യത്തിലധികം ഒരു വസ്തുവും പരിഗ്രഹം സ്വീകരിക്കുകയും ചെയ്തില്ല. ഒരാൾ ഒരു ചന്ദനം കൊണ്ട് ഒരു വാക്കിംഗ് സ്റ്റിക്ക് രമണ മഹർഷിക്ക് കൊണ്ടു കൊടുത്തു. ഭഗവാൻ ഇത് സ്വീകരിക്കണം, ഭഗവാന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ച് നോക്കി, മണത്തു നോക്കി, നന്നായിട്ടുണ്ട്. അയാളുടെ അടുത്ത് പറഞ്ഞു, നന്നായിട്ടുണ്ട്, നിങ്ങൾ തന്നെ വെച്ചോളൂ. വളരെ നേരം ആസ്വദിച്ചു. എന്നിട്ട് അത് വെച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, അങ്ങയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോ
മഹർഷി പറയുന്നൊരു വാക്കുണ്ട്, ഇത് വെച്ചോളൂപ്പാ, ഇവിടെ വന്നാൽ, ഇവിടെ എന്റെ അടുത്ത് കണ്ടാൽ പലരും അത് കണ്ട് ആഗ്രഹിക്കും. മറ്റുള്ളവർ കണ്ട് ആഗ്രഹിക്കുന്ന ഒരു പദാർത്ഥവും എന്റെ അടുത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. മറ്റുള്ളവർ കണ്ട് ഈ സാധനം എന്റെ വീട്ടിലില്ലല്ലോ, ഇയാൾ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പദാർത്ഥം എന്റെ അടുത്ത് സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല, അത് വെച്ചോളൂ. അത്രമേലാൽ തനിക്ക് യാതൊന്നുമില്ലാതിരിക്കുന്ന ആള്, തന്റേതെന്ന് പറഞ്ഞ ഒന്നുമില്ല, അങ്ങനെയുള്ള ആള് குறையொன்றுமில்லை அப்படின்னு சொல்றாரு. என்னைக்கு என்ன ஆள் கொண்டையோ அன்னைக்கு எனக்கு குறைவே இல்லை, குறையே இல்லை, குறைയേതും ഇല്ല. ഒരു കുറവും ഇല്ല എന്നാണ്. നിറവോടെ ഇരിക്കുന്നു. ആ നിറവ് എവിടുന്ന് വന്നു? ബാഹ്യമായ ഒന്നും കൊണ്ടല്ല. ആത്മാനമാത്മന്യവലോകയന്തഃ, തന്നിൽ തന്നെ തന്നെ അവലോകനം ചെയ്യുന്നതുകൊണ്ട് ആ ആനന്ദം പുറത്തൊരു വസ്തുക്കളിൽ നിന്നും വരില്ല. ചക്രവർത്തികൾക്ക് പോലും ആ ആനന്ദമില്ല. ന സുഖം ഇന്ദ്രസ്യാഹു ന സുഖം ചക്രവർത്തിനഃ സുഖമസ്തി വിരക്തസ്യ മുനേഹേ ഏകാന്തവാസിനഃ. ഇന്ദ്രനും സുഖമില്ല, ചക്രവർത്തിക്കും സുഖമില്ല. സർവസംഗപരിത്യാഗിയും നൈഷ്കർമ്മ്യസ്ഥിതിയിലിരിക്കുന്നവനും ഭഗവദ്ധ്യാനപരായണനുമായ മുനിക്കാണ് സുഖം. സുഖം അന്തരംഗത്തിലാണ്, സുഖം തന്നിലാണ്. തന്നിൽ സുഖം കണ്ടെത്തിയ ആൾക്ക് പിന്നെ പുറം ലോകത്തൊന്നും ഒന്നും നേടാനില്ല. ആ സുഖം ലക്ഷ്യമായി നമ്മളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവണം. ഉള്ളിലുള്ള ഭഗവത് ആനന്ദമാണ് ശാശ്വതമായിട്ടുള്ള സുഖം. ആ സുഖത്തിനെ കണ്ടെത്തിയ ആള് പിന്നെ കർമ്മത്തിനെ പോലും ആശ്രയിക്കുന്നില്ല. അതാണ് അടുത്ത ശ്ലോകം. നിരാശീ യതചിത്താത്മാ ത്യക്തഃ സർവപരിഗ്രഹം ശാരീരം കേവലം കർമ്മ കുർവൻ നാപ്നോതി കിൽബിഷം. നിരാശീഹി യതചിത്താത്മാ ത്യക്തഃ സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവൻ ന ആപ്നോതി കിൽബിഷം. ഇതിന് ചില വ്യാഖ്യാനങ്ങൾ. ആഗ്രഹങ്ങളില്ലാത്തവനും ചിത്തം സമ്പൂർണമായും ആത്മാവിൽ നിയതമായിട്ടുള്ളവനും ഒരു പരിഗ്രഹവും സ്വീകരിക്കാത്തവനുമായ ആള് ശരീരം കൊണ്ട് എന്ത് കർമ്മം ചെയ്താലും അയാൾ ഒരു കളങ്കവും ഏൽക്കില്ല എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ആഗ്രഹമില്ലാത്ത ആള്, ആത്മാവിൽ മനസ്സൊടുങ്ങിയ ആള്, ബാഹ്യമായി സംരക്ഷിക്കാനോ ഉപയോഗിക്കാനോ ഉള്ള പരിഗ്രഹങ്ങളൊന്നും തന്റേതെന്ന് കരുതാത്ത ആള്, അയാൾക്ക് പിന്നെ എത്ര തന്നെ കർമ്മം ഉണ്ടാവും. അയാൾ ശരീരം കൊണ്ട് എന്ത് കർമ്മവും ചെയ്താലും ബന്ധിക്കപ്പെടില്ല എന്നുള്ളത് ജനറലായി അതുമാത്രം സ്വീകരിച്ചാൽ കുഴപ്പത്തിൽ പോയി ചാടും. അയാൾക്ക് ശരീര നിർവഹണത്തിന് വേണ്ടിയുള്ള കർമ്മം മാത്രമേ ഉള്ളൂ. അയാൾക്ക് അതിൽ കൂടെ ഈ ഇതൊക്കെ എടുത്ത സിലിണ്ടർ കാലിയായി കഴിഞ്ഞു, ഇനി എവിടെ തീ പിടിക്കും? ഗ്യാസ് ഇല്ല അതില്. നിരാശീഹി, ആശ പോയാൽ തന്നെ പിന്നെ എന്തിനു പ്രവർത്തിക്കും? യതചിത്താത്മാ, ചിത്തം സമ്പൂർണമായി നിയതമാണ്. പരിഗ്രഹ ത്യക്ത, എന്തെങ്കിലും വസ്തുവകകൾ ഉണ്ടെങ്കിൽ അതെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? നമ്മൾ ചിലപ്പോ അങ്ങനെയാണോ കൊടുക്കുക? നമുക്കൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ആളുകൾ എന്ത് ചെയ്യും? സ്നേഹം കൊണ്ട് ഉപദ്രവിച്ചു കളയും. ഒന്നുമില്ലാത്ത ആൾക്ക് ഒരു ആനയെ വാങ്ങിച്ചു കൊടുത്താൽ എന്തുണ്ടാവും? പിന്നെ ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാള് സമ്പാദിക്കണം. അതുപോലെ വല്ല പരിഗ്രഹം ഉണ്ടെങ്കിൽ ആ പരിഗ്രഹത്തിനെ നോക്കാൻ വേണ്ടി, വസ്തുവകകളെയൊക്കെ നോക്കാൻ വേണ്ടി അയാള് പ്രവർത്തിക്കേണ്ടി വരും. ജഡവസ്തുക്കൾക്ക് വേണ്ടി അയാൾ ജോലി ചെയ്യേണ്ടി വരും. ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവൻ നാപ്നോതി കിൽബിഷം. ശരീരം കൊണ്ട് മാത്രം കർമ്മം ചെയ്യുന്നു. രണ്ടർത്ഥത്തിലും ശാരീരം കേവലം കർമ്മ എന്നുള്ളതിന് ശരീരം കൊണ്ട് അയാൾ പ്രവർത്തിക്കുന്നു, ഉള്ളിൽ വാസന ഉണ്ടായിട്ടല്ല. എന്തിനു പ്രവർത്തിക്കുന്നു? ഒന്നിൽ ലോകമംഗളത്തിനായിട്ട്, അല്ലെങ്കിലോ തന്റെ കേവല നിർവഹണത്തിന് വേണ്ടി മാത്രം. ഭിക്ഷാടനാദികം കർമ്മ കുറുവൻ അഭി ന ആപ്നോതി കിൽബിഷം എന്നാണ് ആചാര്യസ്വാമികളുടെ ഭാഷ്യം.
ഒരു വസ്തുക്കളും തന്റെ കയ്യിലില്ലാത്തവൻ. പരിഗ്രഹോഹി ദുഃഖായ. ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. അവധൂതൻ ഇങ്ങനെ നടക്കുന്നു. അയാൾക്ക് ഒന്നിനോടും പറ്റില്ല. അദ്ദേഹം കാണുന്നിടത്തൊക്കെ പാഠം പഠിക്കുകയാണ്. അപ്പോ ആകാശത്തിൽ ഒരു പരുന്ത് പോകുന്നു. ആ പരുന്തിനെ കാക്കകൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവധൂതൻ ചിന്തിച്ചു, എന്തിനാ ഈ കാക്കകൾ ഈ പരുന്തിനെ ഇങ്ങനെ ഓടിച്ചിട്ട് പോകുന്നിടത്തൊക്കെ പിന്നാലെ പോയി കൊത്തണത്? കുറെ ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി, ഈ പരുന്തിന്റെ വായില് ഒരു മാംസ കഷ്ണമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ കാക്കകൾ ഓടിക്കണത്. അവസാനം ഈ പരുന്ത് ഉപദ്രവം സഹിക്ക വയ്യാതായപ്പോ ആ മാംസത്തിനെ ഉപേക്ഷിച്ചു. കാക്കകളും പരുന്തിനെ ഉപേക്ഷിച്ചു. അതിൽ നിന്നും ഒരു പാഠം പഠിച്ചു ഈ യോഗി. നമ്മൾ പല സാധനങ്ങളും നമ്മളുടെ കയ്യിൽ വെച്ചാൽ ദുഃഖങ്ങള് നമ്മളുടെ പുറകെ ഉണ്ടാവും. പരിഗ്രഹങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് എന്റെ ആണെന്ന് ധരിക്കുന്നിടത്തോളം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വിഷമിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുമില്ലാത്ത ആൾക്ക് ഒരു സംരക്ഷണം ഒന്നുമില്ലല്ലോ. വീട്ടിലൊന്നുമില്ലെങ്കിൽ വാതിൽ തുറന്നിട്ടാ എന്താപ്പോ? പരമദരിദ്രനാണ്, അയാളെ ആരിപ്പോ പോയി കക്കാൻ പോകുന്നു? യാതൊരു വസ്തുവിനോടും അയാൾക്ക് പറ്റില്ലെങ്കിൽ വീട്ടില് ഭയപ്പെടാനൊന്നുമില്ല. കയ്യിൽ എന്തെങ്കിലും വെച്ചാൽ ഭയപ്പാടണം. തപോവനസ്വാമികൾ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം കൈലാസ യാത്രയ്ക്ക് പോകുന്ന വഴിയില് ഈ കൊള്ളക്കാരൊക്കെ വരും. അപ്പൊ കയ്യിൽ എന്തെങ്കിലും കാശുണ്ടെങ്കിൽ വിഷമാണ്. ഒരിടത്ത് സ്വാമികൾ തനിയെ ഇരിക്കുമ്പോ ഇതുപോലെ കുറെ ആളുകൾ വന്നു. അവരും ഈ കൊള്ളക്കാരും എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് ശാപ്പാടിന് വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അവരും വരണത്. അവര് വന്നു, സ്വാമികളുടെ അടുത്തേക്ക് വന്നിരുന്നതും സ്വാമികൾ വളരെ സ്നേഹമായിട്ട് അവരെയൊക്കെ തട്ടി അടുത്തിരുത്തി, വിശക്കണു വല്ലതും തരുമോ ചോദിച്ചു. കള്ളന്മാരുടെ അടുത്ത് ഭിക്ഷ, അന്നഭിക്ഷ. അവര് സ്വാമികളോട് വളരെ സ്നേഹത്തോടുകൂടെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പല കാര്യങ്ങളും ചോദിച്ചു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. വല്ലതും ഉണ്ടെങ്കിലല്ലേ അവര് കൊള്ളയടിക്കാൻ, അല്ലെങ്കിൽ അവരും മനുഷ്യരല്ലേ. നമ്മളുടെ കയ്യില് എന്തെങ്കിലും നഷ്ടപ്പെടാൻ വല്ലതും ഉണ്ടെങ്കിലേ ഭയപ്പെടാനുള്ളൂ. പരിഗ്രഹോ ഹി ദുഃഖായ യദ്യത് പ്രിയതമം നൃണാം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാൻ യസ്തു അകിഞ്ചന. ആദ്യം ആശയാണ് പരിഗ്രഹത്തിന് കാരണം. ആ വസ്തു വേണം, ഇത് വേണം, അത് വേണം, എല്ലാം നമ്മുടെ കയ്യിൽ ചേർത്ത് വെക്കണം. ചില ആളുകൾ ഉണ്ടാവും, സകല വസ്തുക്കളും വീട്ടിൽ അങ്ങനെ വാങ്ങി വെക്കും. വേണോ വേണ്ടയോ? സ്വർണം ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും. എത്ര തന്നെ കഴുത്തിൽ ധരിക്കാൻ പറ്റും? അതൊന്നും ഇന്നത്തെ കാലത്ത് ആരും ധരിക്കണമെന്നും കാണില്ല. പിന്നെ ഇവര് വാങ്ങി എവിടെയാ വെക്കണമെന്ന് അറിയില്ല. അതൊക്കെ വാങ്ങി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആളുകളെ വിളിക്കുകയാണ്, വരൂ ഞങ്ങളെ ഉപദ്രവിക്കൂ എന്ന് വിളിക്കുകയാണ്. അല്ലാതെ അവരായിട്ട് വരില്ല. നിരാശീഹി യഥചിത്താത്മാ. ആഗ്രഹം പോവുകയും ചിത്തത്തിനെ ഭഗവാനിൽ നിർത്തുകയും ചെയ്താൽ പിന്നെ പരിഗ്രഹം, ഭഗവത് ഭക്തിക്ക് തടസ്സം കൂടുതൽ കൂടുതൽ വസ്തുക്കൾ ശേഖരിച്ചു വെച്ചാൽ അതിനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. യോഗത്തിന് പ്രഥമദ്വാരമായി ആചാര്യസ്വാമികൾ പറഞ്ഞ ആദ്യം വേണ്ടാത്ത വർത്തമാനം പറയാതിരിക്കുക. 2, അനാവശ്യ വസ്തുക്കൾ ശേഖരിച്ചു വെക്കാതിരിക്കുക. മൗനം, ആത്മവിനിഗ്രഹ. അവിടെ വിവേക ചൂടാമണിയിൽ യോഗസ്യ പ്രഥമദ്വാരം വാങ്നിരോധോ അപരിഗ്രഹ. അപരിഗ്രഹധർമ്മം എന്നാണ്. അനാവശ്യമായ വസ്തുക്കളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ സംരക്ഷിക്കാനും അതിനെ നോക്കാനും ഒരു തരത്തിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ബോംബെയിലുള്ള ആളുകളൊക്കെ കുറെ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. ഒരു ചെറിയ ഫ്ലാറ്റ്, ഒരു റൂമ്, ഒരു അടുക്കള, വേറെ ഒന്നും മെയിന്റനൻസിനില്ല. ഒരു വിധത്തില് സുഖമാണതും. അത്രയൊക്കെ വേണ്ടു ഒരു മനുഷ്യന് ജീവിക്കാൻ എന്നാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ശേഖരിച്ചു വെക്കുമ്പോ പലതും ദുഃഖത്തിന് കാരണമായിട്ട് തീരും. അതുകൊണ്ട് നിരാശീഹി യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ. എന്നിട്ട് പ്രവർത്തിക്കണു. ശാരീരം കേവലം കർമ്മ. ശരീര നിർവഹണത്തിന് വേണ്ടി. ആ അർത്ഥം പറയാൻ പാടില്ല എന്ന് ചിലർക്ക് അഭിപ്രായം. ശരീരം കൊണ്ട് പിന്നെ അങ്ങനെയുള്ള ആള് എന്ത് പ്രവൃത്തി ചെയ്താലും ന കിൽബിഷം ആപ്നോതി എന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. അങ്ങനെയുള്ള ആള് ആർക്ക് ആഗ്രഹമില്ലയോ, ആർക്ക് തന്റേത് എന്ന് പറഞ്ഞ ഒരു വസ്തുവിനോടും അഭിമാനമില്ലയോ, ആര് സ്വതന്ത്രനാണോ, കാമസങ്കല്പ വർജിതനാണോ,
ജ്ഞാനാഗ്നി ദഗ്ധകർമാവാണോ? അങ്ങനെയുള്ള ആള് കേവലം ശരീരം കൊണ്ട്, ശരീരവാങ് മനോഭിഹി, അയാൾ എന്ത് കർമ്മം ചെയ്താലും ഒരു കളങ്കവും അയാൾ കേശില്ല. കർമ്മം കൊണ്ട് അയാളുടെ ധ്യാനം നഷ്ടപ്പെടില്ല. കർമ്മം ചെയ്താലും അയാൾ ധ്യാനത്തിലിരിക്കും. കർമ്മം കൊണ്ട് അയാളുടെ സമാധിക്ക് വിഘ്നം ഉണ്ടാവില്ല. കർമ്മം ചെയ്താലും അയാള് ബ്രഹ്മകർമ്മ സമാധിയിലിരിക്കും. ഇനി പറയാൻ പോണതാണ്, അയാളുടെ ബ്രഹ്മകർമ്മ സമാധിയായിട്ട് തീരും. അങ്ങനെയുള്ള ആളുടെ കർമ്മവും സമാധിയാണ്. അയാൾ ചെയ്യുന്ന കർമ്മമൊക്കെ തന്നെ സമാധിസ്ഥിതിക്ക് വിഘ്നമേ ഉണ്ടാക്കാത്ത കർമ്മമായിരിക്കും. അയാൾ ലോകത്തിൽ എന്തൊക്കെ തന്നെ പ്രവർത്തിച്ചാലും സമാധിസ്ഥനാണ്. അങ്ങനെയാണ് ജനകനെ പോലെയുള്ളവരൊക്കെ ഉണ്ടായത്. ജനകനെ പോലെയുള്ളവർ അങ്ങനെയുള്ളവരാണ്. അങ്ങനെയാണെങ്കിലേ അവർക്ക് ജീവൻ മുക്തന്മാരുടെ പ്രവൃത്തി ആവുള്ളൂ അത്. അപ്പോ അത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയാണ്, ഇങ്ങനെയുള്ള ആള് ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കും? ഇപ്പൊ പറഞ്ഞത് നോക്കണം, ജീവൻ മുക്തനെ കുറിച്ചാണ്. അയാൾ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, താനൊന്നും ശേഖരിച്ചു വെക്കുന്നില്ല. അപ്പൊ അയാളുടെ ലോകകാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അതാണ് അടുത്ത ശ്ലോകം.